ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. പിരിഞ്ഞു പോകുന്ന അസ്തമയ സൂര്യന്റെ വിഷാദം ചൊരിയുന്ന കിരണങ്ങൾ പാതിമറച്ച കർട്ടനിടയിലൂടെ ജനൽച്ചില്ലുകൾ തുളച്ച് ആവണിയെ തൊട്ടുണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവളുടെ ശരീരത്തെ അത്ര നേരം ഉറക്കിക്കിടത്തിയ ടാബ്ലറ്റുകൾ തങ്ങളുടെ സമയം തീർന്നത് മനസ്സിലാക്കി പിൻവാങ്ങി തുടങ്ങി. അവളുടെ ബോധമനസ്സ് പതിയെ സ്വബോധത്തിലേക്ക് മടങ്ങിത്തുടങ്ങി. മയക്കത്തിനും ഉണർവിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അവളുടെ അബോധ മനസ്സിൽ ചോരയൊലിക്കുന്ന ദേവന്റെ മുഖം തെളിഞ്ഞു. അസ്വസ്ഥമായ അവളുടെ മനസ്സ് സുബോധത്തിലേക്ക് എത്താൻ കിതച്ചുകൊണ്ട് സർവശക്തിയുമെടുത്ത് ഓടി. അതിന്റെ അടയാളം പോലെ ബെഡിൽ അവൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചുകൊണ്ടിരുന്നു. അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്ന സീത ആ പിടച്ചൽ കണ്ട് ആവണിയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ഏതോ ഗുഹയിൽ നിന്നും കേൾക്കുന്ന പ്രതിധ്വനി പോലെ സീതയുടെ ശബ്ദം അവളുടെ കാതിൽ വന്നലച്ചു. ആവണി കണ്ണുകൾ വലിച്ചു തുറന്ന് ചാടി എഴുന്നേറ്റ് ബെഡിലിരുന്ന് കിതച്ചു. വിയർപ്പുചാലുകൾ അവളുടെ ശരീരത്തിൽ ചാലിട്ടു. വരണ്ടുണങ്ങിയ തൊണ്ട ഒരിറ്റ് ദാഹജലത്തിനായി കൊതിച്ചു. വെള്ളം. സീത നൽകിയ തണുത്ത വെള്ളം അവൾക്കല്പം ആശ്വാസം നൽകി. ദേവേട്ടൻ എവിടെ? സീത പ്രതീക്ഷിച്ചതായിരുന്നു ആ ചോദ്യം. അവൻ അപ്പുറത്തെ വാർഡിലുണ്ട്. എന്റെ കുട്ടി വിഷമിക്കണ്ട, അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആവണി ബെഡിൽ നിന്ന് ഇറങ്ങി വാതിലിന് നേർക്ക് നടന്നു. ആവണി, നീ ഇതെവിടേക്കാ? ദേവേട്ടൻ എവിടെയാ? എനിക്ക് കാണണം. അവൾ വീണ്ടും മുന്നോട്ട് നടന്നു. അവനെ ഈ അവസ്ഥയിൽ കണ്ടാൽ അവൾ എങ്ങനെ പ്രതികരിക്കും എന്നോർത്ത് സീത ഭയപ്പെട്ടു. വീണ്ടും അവളുടെ മനസ്സ് കൈവിട്ടു പോകുമോ എന്ന് അവർ പേടിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവർ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. അപ്പോഴേക്കും ആവണി വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിരുന്നു. അവൾ ചുറ്റും നോക്കി. ഇരുവശത്തേക്കും നീണ്ടു കിടക്കുന്ന വിജനമായ ഇടനാഴിയിൽ എവിടേക്ക് പോകണമെന്നറിയാതെ അവൾ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. സീത അപ്പോഴേക്കും പുറത്തിറങ്ങി. ദേവേട്ടൻ എവിടെയാ അമ്മേ? വാ. സീത അവളുടെ കൈ പിടിച്ച് ഇടത്തോട്ട് നടന്നു. നന്നേ സ്പീഡിൽ നടന്ന ആവണിയുടെ ഒപ്പം എത്താൻ സീത പാടുപെടുന്നുണ്ടായിരുന്നു. വാതിൽ ശക്തിയായി തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. അനുവാദം കൂടാതെ വാതിൽ തുറന്നത് ആവണിയാണെന്ന് മനസ്സിലാക്കി ദേവനും വാതിൽക്കലേക്ക് നോക്കി. ബോധം തെളിഞ്ഞു വന്ന നിമിഷം മുതൽ അവൻ കാത്തിരുന്നത് അവളെയായിരുന്നു. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പിക്കാനായിരുന്നു. വാതിൽ തുറന്ന് അകത്ത് കിടന്ന ആവണിയുടെ കണ്ണുകൾ ദേവനിൽ തടഞ്ഞു നിന്നു. നെറ്റിയിൽ ചുറ്റിക്കെട്ടിയ വെളുത്ത തുണിയുമായി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ കാഴ്ച കണ്ട ആവണിക്ക് തന്റെ നെഞ്ചിൽ ആരോ വലിയ ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെ വേദനിച്ചു. ചതഞ്ഞരഞ്ഞ അവളുടെ ഹൃദയത്തിൽ നിന്നും രക്തത്തുള്ളികൾ ചാലിട്ട് മിഴിനീരായി പുറത്തേക്കൊഴുകി. അവളുടെ നെഞ്ചിന്റെ വിങ്ങൽ അവൾക്കൊപ്പം അവനും അറിയുന്നുണ്ടായിരുന്നു. ആവണിയുടെ വരവ് എല്ലാവരും പ്രതീക്ഷിച്ചതായിരുന്നു. അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും ദേവൻ എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നും ആരും അതുവരെ ദേവനോട് തിരക്കിയിട്ടില്ലായിരുന്നു. രണ്ടാളും ഒന്ന് സുഖമാവട്ടെ എന്ന് കരുതി തറവാട്ടിലുള്ളവർ മൗനം പാലിക്കുകയായിരുന്നു. അവൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നു. ആവണി പതിയെ അവനടുക്കൽ വന്നു നിന്ന് കൈ ഉയർത്തി അവന്റെ കവളിൽ തൊട്ടു. പിന്നെ കൈകൂപ്പി അവന്റെ കാൽക്കൽ തറയിലേക്കിരുന്നു. അവളുടെ കൈകൾ അവന്റെ കാലുകൾ ചുറ്റി അവളുടെ മുഖം അവന്റെ പാദങ്ങളിൽ അമർന്നു. അവളുടെ കണ്ണുനീരിന്റെ ചൂട് അവന്റെ പാദങ്ങളിൽ പൊള്ളലേൽപ്പിച്ചു. ദേവന്റെ മാത്രമല്ല, എല്ലാവരും ഞെട്ടിപ്പോയി. ദേവൻ കാൽ വലിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ വിടാൻ കൂട്ടാക്കിയില്ല. ആവണി! അവന്റെ ശബ്ദം വിറച്ചു. സുമിത്ര വേഗം വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ മോളെ നീ കാണിക്കുന്നേ? ആവണി മറുപടി പറയാതെ ദേവനെ നോക്കി. എന്താ നീ കാണിക്കുന്ന ആവണി? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ വിരലുകൾ അവന്റെ പുറത്ത് ശക്തിയായി അമർന്നു. അവളുടെ സങ്കടം, പരിസരബോധം നഷ്ടപ്പെടുത്തിയ ദേവൻ അവളെ ചേർത്ത് പിടിച്ച് മുടിയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ദേവന്റെ കൈകളിൽ അവൾ വേഗം നോർമലായി. അവൾക്ക് ഏത് സാഹചര്യത്തിലും ആശ്വാസം നൽകുന്ന കാവൽ മാലാഖയായിരുന്നു അവൻ. അതിനുള്ള മാജിക് സ്റ്റിക്ക് അവന്റെ കൈകളിലായിരുന്നു വിധിയെ ഏൽപ്പിച്ചിരുന്നത്.
2 ദിവസമായി ആവണിയെ കാണാഞ്ഞ് ആയുഷിനാകെ പരിഭ്രമമായി. അവളുടെ വീട്ടിൽ പ്രശ്നമായിട്ടുണ്ടാവുമെന്ന് അവൻ ഉറപ്പിച്ചു. എങ്ങനെ അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് തല പുകച്ചെങ്കിലും ഒരു വഴിയും അവന്റെ മുന്നിൽ തെളിഞ്ഞില്ല. അവളുടെ ഫോൺ വീട്ടുകാർ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ താൻ വിളിച്ചാൽ അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതി അവൻ അത് വേണ്ടെന്ന് വെച്ചു. പിറ്റേന്ന് ആവണിയുടെ വീട്ടിലെ ജോലിക്കാരിയിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ ആയുഷ് അവളുടെ വീട്ടിൽ ചെന്നെങ്കിലും ആരും ഒന്നും വിട്ടു പറയാൻ തയ്യാറായില്ല. അവൻ കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചോദിച്ചുമില്ല. ആവണി ഡിസ്ചാർജായി വരുന്നതുവരെ കാത്തിരിക്കാൻ അവൻ തീരുമാനിച്ചു. തറവാടിന്റെ നടുത്തളത്തിൽ വീട്ടുകാർക്ക് മുന്നിൽ ദേവൻ ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ചിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തേ മതിയാവൂ. എന്തു പറയണമെന്ന് അവനൊരു ഊഹവും കിട്ടിയില്ല. ആരും അറിയാതെ പരിഹരിക്കണമെന്ന് കരുതിയ വിഷയം ഇപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഏറ്റുപറയേണ്ട അവസ്ഥ. എന്താണ് ദേവാ കാര്യം? നിങ്ങൾക്കിടയിൽ എന്തോ രഹസ്യമുണ്ട്. എന്താണ് നിങ്ങൾക്ക് രണ്ടാൾക്കും അന്ന് സംഭവിച്ചത്? പറയൂ ദേവാ. പലതവണ ചോദിച്ചെങ്കിലും ദേവൻ മൗനം പാലിക്കുന്നത് ജയദേവനെ ചൊടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ അല്പം ദേഷ്യത്തിലാണ് അയാൾ ചോദിച്ചത്. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. വരുന്നത് വരട്ടെ എന്ന് കരുതി ദേവൻ വായ തുറന്നു. അന്നോളം സംഭവിച്ചതെല്ലാം, ആയുഷ്മാനെ കുറിച്ചുള്ളതെല്ലാം അവൻ തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് ആർക്കും മുഴുവനായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് നീ ഇതൊക്കെ എന്തിനു മറച്ചുവെച്ചു ദേവാ? ഞങ്ങൾ ആരോടെങ്കിലും ഇതൊക്കെ പറയാമായിരുന്നില്ലേ? ഇതിനൊക്കെ നീയാണ് ഉത്തരവാദി. ഇതിനി എങ്ങനെ പരിഹരിക്കാനാകും എൻ്റെ ഈശ്വര? അതെ, ഞാനാണ് കുറ്റക്കാരൻ. അവനെ അവൾക്ക് പരിചയപ്പെടുത്തിയത് ഞാനാണ്. പക്ഷെ എനിക്ക് അവൾക്കൊപ്പം നിൽക്കാനേ കഴിയുമായിരുന്നുള്ളൂ. അവൾക്ക് ആയുഷ്മാനോട് പ്രണയമാണെന്നറിഞ്ഞിട്ടും ദേവേട്ടൻ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, ഉമ അരിശത്തോടെ പറഞ്ഞു. എനിക്ക് അവൾക്കൊപ്പം നിൽക്കാനേ കഴിയുമായിരുന്നുള്ളൂ. ഞാൻ കൂടി എതിർത്താൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. എങ്കിലും അവനോടുള്ള ഇഷ്ടം ഞാൻ എതിർക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷെ അവൾ അതിന് തയ്യാറായില്ല. ഇവിടെ പറഞ്ഞാലും എന്താണ് കാര്യം? എല്ലാരും കൂടി അവളുടെ മേക്കിട്ട് കയറും. അപ്പോൾ അവൾക്ക് വാശി കൂടും. അവളെ ഇനി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അല്പനേരം മൗനം അവർക്കിടയിൽ തണുത്തു വിറച്ചു നിന്നു. ശരിയാണ്, ഈ കാര്യത്തിൽ ഇവിടെയുള്ള എല്ലാവരും കുറ്റക്കാരാണ്. എപ്പോഴും അവളെ നന്നാക്കാൻ ശ്രമിച്ചു. അവളുടെ മനസ്സറിയാനോ കൂടെ നിൽക്കാനോ ശ്രമിച്ചില്ല. ദേവന് തെറ്റു പറയാനാവില്ല. ആർക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ദേവനും അതേ ചെയ്തുള്ളൂ. ദേവാ, ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ആയുഷ്മാൻ, അയാൾ ആരാണെന്ന് കണ്ടെത്തണം. ആരായാലും അവനെ എന്റെ മുന്നിൽ കൊണ്ടുവരണം. പക്ഷേ ആവണി ഇതൊന്നും അറിയരുത്. ദേവൻ ഞെട്ടി. എന്തിനാ അയാളെ കണ്ടെത്തുന്നത്? അവളെ പറഞ്ഞു തിരുത്തിയാൽ പോരെ? അത് നടപ്പുള്ള കാര്യമല്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം. നീ എത്രയും വേഗം അവനെ കണ്ടെത്തണം. താൻ ഭയപ്പെട്ട ആ ദുരന്തത്തിലേക്കുള്ള വഴിയകലം കുറഞ്ഞു വരുന്നത് അവൻ ഭയപ്പാടോടെ കണ്ടു.